സുപ്രധാന പഠനഫലങ്ങളുമായി വത്തിക്കാൻ ഗവേഷണ കേന്ദ്രം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഗുരുത്വാകർഷണ സമവാക്യങ്ങളുടെ നവീകരിച്ച വ്യാഖ്യാനമായി വിശേഷിപ്പിക്കാവുന്ന രണ്ട് വഴികളാണ് വത്തിക്കാൻ ഗവേഷണ കേന്ദ്രം തുറന്നത്. തമോദ്വാരങ്ങളെ വ്യക്തമായി അറിയാനും പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനും ഗുരുത്വാകർഷണത്തെയും മെക്കാനിക്സിനെയും ഏകീകരിക്കുക എന്ന വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യത്തിലേക്കുള്ള അടിസ്ഥാനമാണ് വത്തിക്കാൻ ഗവേഷണ കേന്ദ്രം കൊണ്ടുവന്ന പുതിയ പഠനഫലങ്ങൾ. വത്തിക്കാൻ വാനനിരീക്ഷണ കേന്ദ്രത്തിലെ രണ്ട് ശാസ്ത്രജ്ഞരായ ഫാദർ ഗബ്രിയേലെ ജോന്തി എസ്.ജെ, ഡോൺ മത്തയോ ഗാലവേർണി എന്നിവർ സംയുക്തമായാണ് ഈ ഗവേഷണം നടത്തിയത്. ജോർദാൻ ഫ്രെയിം, ഐൻസ്റ്റീൻ ഫ്രെയിം എന്നിങ്ങനെ രണ്ട് വഴികളാണ് ഒരു അധിക ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ഗുരുത്വാകർഷണത്തെ വിവരിക്കുന്നതിന് ഇവർ ശാസ്ത്രലോകത്തിന് സമ്മാനിച്ചത്. പ്രപഞ്ചത്തെ വലിയ തോതിൽ വിവരിക്കുന്ന ഐൻസ്റ്റീന്റെ സമവാക്യങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ പോലും സൃഷ്ടിക്കാൻ ഈ വഴികൾക്ക് സാധിക്കുമെന്ന് അനുമാനിക്കപ്പെടുന്നു. ശ്രദ്ധേയമായ ഗവേഷണ ഫലങ്ങൾ യൂറോപ്യൻ ജേണൽ ഓഫ് ഫിസിക്സിൽ പ്രസിദ്ധീകരിച്ചു. ഇത് തെളിയിക്കാൻ രണ്ട് ശാസ്ത്രജ്ഞരും ഏഡിയം ഹാമിൽട്ടോണിയൻ രീതിവാദമാണ് ഉപയോഗിച്ചത്. ഇരു ശാസ്ത്രജ്ഞരുടെയും കണ്ടുപിടുത്തത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ് ചലനാത്മക സമവാക്യങ്ങൾ ഉരുത്തിരിഞ്ഞതായി കണക്കാക്കപ്പെടുന്ന സ്ഥലസമയ പ്രതലങ്ങളുടെ അരികുകളിൽ ഉള്ള അതിർത്തി പദങ്ങളെക്കുറിച്ചാണ്. ചലനത്തിന്റെ ശരിയായ സമവാക്യങ്ങൾ ലഭിക്കുന്നതിന് ഈ അതിർത്തി പദങ്ങളെക്കുറിച്ചുള്ള ശരിയായതും പൂർണ്ണമായതുമായ ഫലനങ്ങൾ ഏറെ ആവശ്യമാണ്. അത് ഈ രണ്ട് ഫ്രെയിമുകളുടെ കണ്ടുപിടുത്തത്തോടെ സാധ്യമായെന്നും ശാസ്ത്രലോകം വിലയിരുത്തുന്നു. ഇരു ഫ്രെയിമുകളും ഏകപരിവർത്തനത്തിലൂടെ തുല്യത നിലനിർത്തുന്നതിനാൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രപഞ്ച സിദ്ധാന്തങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുമെന്നും ശാസ്ത്രലോകം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു.